അതുപോലെ തന്നെ മഴക്കാലം ആകുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ്, കേബിൾസ്, അതുപോലെ ഇൻഡിക്കേറ്റർ, ടൈൽ ലാമ്പ് ഒക്കെ കറക്റ്റ് ആണോ നമ്മൾ നോക്കണം. കാരണം നമ്മൾ മഴയത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ലൈറ്റൊക്കെ കുറച്ച് മങ്ങിയിട്ടുണ്ടെങ്കിൽ എതിരെ വരുന്ന വാഹനങ്ങൾക്കും നമ്മൾക്കും കാഴ്ചകളൊന്നും അത്ര കറക്റ്റായിട്ട് കാണാൻ കഴിയില്ല. ഇതൊക്കെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. മഴക്കാലത്ത് മാത്രമല്ല, മഴക്കാലത്ത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ പുതിയ വണ്ടി എടുക്കും, എല്ലാവരും പുതിയ വണ്ടി എടുക്കും. പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു 1-2 വർഷം കഴിയുമ്പോഴത്തേക്കും പുതിയ വണ്ടി തന്നെ ഓയിൽ കത്താറുണ്ട്, വണ്ടി കംപ്ലൈന്റ് ആണ്, പുകയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങൾ പറയാറുണ്ട്. 90% വരെ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് വണ്ടിക്ക് ഈ കംപ്ലൈന്റ് വരുന്നത്. ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മൾ വാഹനം മേടിച്ചിട്ട് വെറുതെ ഓടിച്ചാൽ മാത്രം പോരാ. ആ വാഹനത്തിൽ ഏതൊക്കെ ഓയിൽ ഒഴിക്കണം, എപ്പോഴൊക്കെ ഓയിൽ ചേഞ്ച് ചെയ്യണം നമ്മൾ കറക്റ്റായിട്ട് അറിയണം നമുക്ക്. അപ്പൊ എല്ലാവരും ചോദിക്കും ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം വണ്ടി ഓടിക്കാൻ. ഇതൊന്നും അറിയേണ്ട കാര്യമൊന്നുമല്ല. വണ്ടി ഓടിക്കാൻ തന്നിട്ട് വണ്ടി ഓടിക്കാൻ പഠിച്ചാൽ മതി. പക്ഷെ ഈ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വണ്ടിയിൽ ഏത് ഓയിലാണ് നമ്മൾ ഒഴിക്കുന്നത്, അത് ഏത് ഗ്രേഡുള്ള ഓയിലാണ് ഒഴിക്കുന്നത്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു പൾസർ പോലുള്ള വണ്ടികളിലാണെങ്കിൽ 20W50 ആണ് ഓയിൽ ഒഴിക്കുന്നത്.